ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദേവാലയത്തിൽ ബോംബാക്രമണമുണ്ടായി. യുദ്ധമൊക്കെ അവസാനിച്ച് ഗ്രാമവാസികൾ തങ്ങളുടെ ദേവാലയം കാണുവാനായിട്ട് ദേവാലയത്തിനകത്തേക്ക് കടന്നു വന്നു. അവിടെ കണ്ട കാഴ്ച അവർക്ക് വളരെയധികം വേദന ഉളവാക്കുന്ന, വിഷമമുണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു. തങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവർ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ നാഥനെ അന്വേഷിച്ചു. മുൾക്കിരീടമുള്ള ശിരസ്സും ഉടലും ആണിപ്പാടുള്ള പാദവും കിട്ടി. പക്ഷേ അവർക്ക് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ കരങ്ങൾ മാത്രം ലഭിച്ചില്ല. അത് ആ സ്ഫോടനത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. അവരെല്ലാവരും ആ രൂപം എങ്ങനെ വീണ്ടെടുക്കുവാൻ എന്ന് ആലോചിച്ചു. അവരിങ്ങനെ വിഷമിച്ചു. അനുഗ്രഹിക്കുന്ന കരങ്ങളില്ലാതെ, കരുണ തരുന്ന കരങ്ങളില്ലാതെ എങ്ങനെ ഈ രൂപം വീണ്ടെടുക്കും? അവസാനം ആ കരങ്ങൾ വീണ്ടും നിർമ്മിക്കാമെന്ന് അവർ ആലോചിച്ചു. ആ ആലോചനകളുടെ ഇടയിൽ ഒരു വിവേകിയായ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ കരങ്ങൾ വീണ്ടും പണിയണ്ട, ഈ രൂപം കരങ്ങളില്ലാതെ തന്നെ സ്ഥാപിക്കാം. അങ്ങനെ അവരുടെ തീരുമാനപ്രകാരം കരങ്ങളില്ലാതെ യേശുവിൻ്റെ രൂപം സ്ഥാപിച്ചു. താഴെ ഒരു ശിലാഫലകത്തിൽ ഇപ്രകാരം എഴുതി, എനിക്ക് നിങ്ങളുടേതല്ലാതെ മറ്റ് കരങ്ങളില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സംഭവം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഈശോയുടെ അനുഗ്രഹിക്കുന്ന കരങ്ങളാകണം, സജീവ സാക്ഷികളായിരിക്കണം. ഇന്ന് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും രക്ഷ നൽകുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് പഴയ നിയമവും മറ്റ് പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഉള്ള വചനങ്ങൾ ശിഷ്യന്മാരോട് വ്യാഖ്യാനിച്ചു കൊടുത്ത് അവസാനം അവരെ രണ്ട് കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈശോ നമ്മളോട് പറയുന്നത് നമ്മളെല്ലാവരും ഈശോ അനുഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. ഇന്ന് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ആ കുർബാന ഒരിക്കലും അവസാനിക്കുന്നില്ല. കുർബാന നമ്മൾ തുടരുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മളെല്ലാവരും ഈശോ ആയിട്ട് രൂപാന്തരം പ്രാപിക്കണം. അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളിൽ ഈശോയെ കാണുവാൻ സാധിക്കണം. നമുക്ക് മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും, വിഷമിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും, അവരെ കൈപ്പിടിച്ചുയർത്തുവാനുമായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്ന ഈശോയുടെ കരങ്ങളായിട്ട് മാറുകയാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോയുടെ അനുഗ്രഹിക്കുന്ന കരങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ യേശുവിൻ്റെ സജീവ സാക്ഷികളായി, യേശുവിൻ്റെ സജീവ സാന്നിധ്യമായിട്ട് മാറട്ടെ. സങ്കീർത്തനങ്ങൾ 16:11, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ കരങ്ങളിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഈ ദൈവത്തിൻ്റെ സന്തോഷവും ആനന്ദവും വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവുമാകുവാനായിട്ട് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ്സ് കുനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.